ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഫറൻസിയേഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇനി. അതായത് ടാൻജൻസ് ആൻഡ് നോർമൽസും അതുപോലെ മാക്സിമ മിനിമം എന്ന് പറഞ്ഞ ടോപ്പിക്കുമാണ്. ഓക്കെ, ടാൻജൻസ് ആൻഡ് നോർമൽസ് അതുപോലെ മാക്സിമ മിനിമം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ടാൻജൻസ് ആൻഡ് നോർമൽസ് നോക്കാം. ഓക്കെ, ടാൻജൻസ് ആൻഡ് നോർമൽസ്. അപ്പോൾ നമുക്ക് ടാൻജൻസ് ആൻഡ് നോർമൽസും മാക്സിമം മിനിമമാണ് സിലബസ് തന്നുകൊണ്ടാവുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഇത് നോക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ടാൻജൻറ്റ് അല്ലെങ്കിൽ അതെന്താണ് അതിൻ്റെ നോർമൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന സ്ലോപ്പും അതുപോലെ നോർമലിലെ സ്ലോപ്പും, ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പോലെ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിഗർ തന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എന്താണ് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എന്ത് സ്ലോപ്പ് വരുന്നത് അല്ലേ, ഇതാണ് നമ്മുടെ സ്ലോപ്പ് എടുക്കുന്നത് ഈ ഏരിയ അല്ലേ, നമ്മുടെ സ്ലോപ്പ് dy/dx അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നോർമൽ എന്ന് പറഞ്ഞാൽ അതിന് വരക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ അതിന് ക്രോസ് ചെയ്ത് വരക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ എന്താ പറയുക നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഇക്വേഷൻ, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ മാത്രമേ പഠിച്ചാൽ മതി. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റും അതുപോലെ സ്ലോപ്പ് ഓഫ് ദ നോർമലുമാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ സ്ലോപ്പും അതിൻ്റെ ടാൻജൻറ്റും എന്ന് മാത്രമേ പഠിക്കാനുള്ള ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആദ്യം തന്നെ പറയാം സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഒരു കർവിലേക്ക് കേട്ടോ, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു എ കർവ്. ഓക്കെ, അപ്പോൾ ടു ദ കർവിലേക്ക് ഒരു സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് വരക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ y/Δx, അതായത് നമ്മുടെ എന്ത് തന്നെയാണ് dy/dx തന്നെയാണ്. ഓക്കെ, ഒരു ലിമിറ്റ് എടുത്ത് Δx എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് dy/dx തന്നെയാണ്. ഓക്കെ, അപ്പം dy/dx ആണ് നമ്മുടെ എന്ത് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു എ കർവ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനിൽ ഒരു കർവ് y ഓഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വരച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് വെച്ച ആൻസർ എന്താണ് dy/dx ആണ്. പിന്നെ ഇതുപോലെ തന്നെ നോർമലിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ചെറിയൊരു വ്യത്യാസമാണല്ലോ. നമുക്കറിയാം ഈ നമ്മുടെ രണ്ട് സ്ലോപ്പ് തരുവാണ് m1 m2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ -1 ആണ്. അതിൽ m1 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ്, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് m1ഉം അതുപോലെ m2 എന്ന് പറയുന്നതാണ് എന്ത് സ്ലോപ്പ് ഓഫ് നോർമൽ. ക്ലിയർ? അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ എന്ത് കിട്ടണം -1 കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും സ്ലോപ്പ് ഓഫ് നോർമൽ എന്തായിരിക്കും ഇറ്റ് വിൽ ബി -1/dy/dx. ക്ലിയർ? അപ്പോൾ ഇനി മുതൽ നിങ്ങളോട് ചോദിക്കുകയാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ആൻസർ dy/dxഉം സ്ലോപ്പ് ഓഫ് ദ നോർമൽ ടു എ കർവ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി -1/dy/dx. ക്ലിയർ? അത്രേ ഉള്ളൂ സംഭവം. അതായത് രണ്ട് സ്ലോപ്പും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്ത് കിട്ടും -1 കിട്ടും. അപ്പോൾ dy/dx അതുപോലെ -1/dy/dx. ഇത് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്, ഇത് ഏതിൻ്റെ സ്ലോപ്പ് നോർമലിൻ്റെ സ്ലോപ്പ്. ക്ലിയർ? അപ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു ടാൻജൻറ്റ്. ഓക്കെ, ടാൻജൻറ്റിനെ വരക്കുന്ന പെർപെൻഡിക്കുലർ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോർമൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് m1 m2 = -1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു രണ്ട് കൺസെപ്റ്റ് മാത്രം ഓർത്താൽ മതിയാവും. ഇനി നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചെയ്യാം, ഇത്രേ പഠിക്കാനുള്ളൂ ഇതിൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു x² - 3x = 2. ഓക്കെ, x² - 3x = 2 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അല്ല x² - 2 അല്ല, x² - 3x. അപ്പോൾ ഇതിൻ്റെ രണ്ടും കാണാം, സ്ലോപ്പും ടാൻജൻറ്റും കാണാൻ പറയുന്നു. അറ്റേ ഒരു പോയിന്റ് വരുന്നു 3, 2. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ dy/dx കാണണം. dy/dx എന്ന് വെച്ചാൽ 2x - 3. അതുപോലെ നോർമലിൻ്റെ സ്ലോപ്പ് കാണാൻ -dy/dx അല്ല, അപ്പോൾ -1/2x - 3. ഓക്കെ, അപ്പം അതിലേക്ക് നമ്മൾ എന്താണ് ഈ പോയിൻറ്റ്സ് പുട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ dy/dx കാണാം, എന്നിട്ട് എന്ത് ചെയ്യുക അതിനൊന്ന് നെഗറ്റീവ് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം dy/dx കാണുമ്പോൾ 2 × ഈ പോയിന്റ് കൊടുക്കുക. അപ്പോൾ 2 × 3 എന്ന് പറഞ്ഞാൽ 6 - 3 3. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ.
അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര? -1/3. ക്ലിയർ? ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ തരുവാണ് tan x at x = π/3. അപ്പോൾ നമ്മൾ ആദ്യം കാണണം dy/dx ആണ്. dy/dx tan x എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് വിൽ ബി sec² x അല്ലേ? അപ്പോൾ sec² π/3. π/3 പറഞ്ഞാൽ sec² എത്രയാണ്? 60. sec² 60 എന്ന് വെച്ചാൽ sec 60 എന്താ? 60 1/cos² 60. cos² 60 അല്ല, cos 60 എന്ന് എത്രയാണ്? 1/2 the whole square. ആൻസർ വിൽ ബി 4. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതാണ് dy/dx ആണ് എന്ത്? ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്. ഇനി നോർമലിൻ്റെ സ്ലോപ്പാണ് ചോദിക്കുന്നത്, ആൻസർ എത്ര വരും? -1/4. ക്ലിയർ? സിമ്പിൾ സംഭവമാണ്. ജസ്റ്റ് ആ ഫങ്ഷൻസ് എടുത്ത് അതിൻ്റെ ഫോർമുലകൾ എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പാരാമെട്രിക് ഫംഗ്ഷൻ്റെ ഇതും വരാം. അതായത് ഇപ്പോൾ സപ്പോസ് x = 2t y = 2/t ഫൈൻഡ് അറ്റ് t = 1. അപ്പോൾ എന്താണ് നമ്മളെ ഫോർമുല? dy/dt എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, dy/dx എന്ന് പറഞ്ഞാൽ dy/dt ഡിവൈഡഡ് ബൈ dx/dt അല്ലേ? ആദ്യം dy/dt കാണുമ്പോൾ എന്ത് വരും? 2/t. അതായത് 2, ഇത് ശരിക്കും പറഞ്ഞാൽ 2 × 2⁻⁻1 ആണ്. അപ്പോൾ 2 × t⁻⁻1 എന്താ? -1/1 + 1 അല്ലേ? അപ്പോൾ -1/t² -2/t² ഡിവൈഡഡ് ബൈ dx/dt എന്ന് പറഞ്ഞാൽ എത്ര? 2 അല്ലേ? അപ്പോൾ ആൻസർ എത്ര കിട്ടും? -2/2 കട്ടാവും -1/t². ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. ഓക്കെ, ഇനി കാണണം t1 കൊടുക്കണം. അപ്പോൾ ഇവിടെ 1 കൂടി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വിൽ ബി -1. ഇനി സ്ലോപ്പ് ഓഫ് നോർമൽ എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് നോർമൽ -1/, ഇത്. അപ്പോൾ -1/- -1 എന്ന് പറഞ്ഞാൽ ആൻസർ 1. ക്ലിയർ? അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എന്ത്? സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റും സ്ലോപ്പ് ഓഫ് ദ നോർമലും. ഓക്കെ, ഇനി ഇതിൻ്റെ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റും നോർമലുമാണ്. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ആൻഡ് നോർമൽ. നോർമലിൻ്റെയും ടാൻജൻറ്റിൻ്റെയും ഇക്വേഷൻ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു തന്ന പോയിൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതണം അല്ലേ? അപ്പോൾ ഇക്വേഷൻ ഓഫ് ആദ്യം ടാൻജൻറ്റ് ടു എ കർവ് ഈസ് y - y1 = dy/dx × x - x1. അതുപോലെ ഇക്വേഷൻ ഓഫ് നോർമലോ? ഇറ്റ് വിൽ ബി y - y1 = -1/dy/dx × x - x1. ക്ലിയർ? ഇത്രേ ഉള്ളൂ. നേരത്തെ അതേപോലെ തന്നെ ടാൻജൻറ്റിൻ്റെ സാധനം dy/dx, ഇവിടെ എന്താണ് -1. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ 2 പോയിൻറ്റ്സ് തരും. അപ്പോൾ എന്ത് ചെയ്യണം? y - y1 എന്ന് പറഞ്ഞിട്ട് എഴുതണം. വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ളൊരു എക്സാമ്പിൾ y = 3x² + x - 2 അറ്റ് ഏത് പോയിൻറ്റ്സ് ആണ്? 1, 2 എങ്ങനെയാണ് ഇക്വേഷൻ കഴിക്കുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ട dy/dx ആദ്യം തന്നെ കണ്ടുപിടിക്കുക, പിന്നെ ഇക്വേഷൻ എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ dy/dx എത്രയാണ്? 6x + 1. അപ്പം ആദ്യം x എത്രയാണ്? 1 കൊടുക്കുക. അപ്പോൾ 6 + 1 7 dy/dx കിട്ടി അല്ലേ? അപ്പോൾ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എത്രയാണ്? അപ്പോൾ ഈ dy/dx എന്ന് പറഞ്ഞാൽ എന്താ? ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് അല്ലേ? ഇനി ഇതിൻ്റെ നോർമൽ ആണെങ്കിൽ എത്ര വരും? -1/7. ക്ലിയർ? അപ്പോൾ ഇനി ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് എഴുതണ്ട. ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് എങ്ങനെയാണ്? y - y1. y1 എന്ന് പറഞ്ഞാൽ ആരാ? 2. അപ്പോൾ y - 2 = dy/dx 7. അപ്പോൾ 7 × x - 1. സോ ആൻസർ വിൽ ബി y - 2 = 7x - 7, അല്ലെങ്കിൽ 7x, എക്സിൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ 7x - y -5 = 0. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ്. ക്ലിയർ? ഇനി നോർമൽ ഇക്വേഷൻ എങ്ങനെ എഴുതും? y - y1 = -1/dy/dx. അതെത്രയാണ്? 7 × x - 1. സോ y - y1 7 ഇപ്പുറത്ത് എടുക്കുക. അപ്പോൾ 7 × y - y1 എത്രയാണ്? y1 2 = -7 1/7 × x - 1. x എത്രയായിരുന്നു? x 1 അല്ലേ? അപ്പോൾ x 1 ആണ്. അപ്പോൾ 1 - 1. സോ ഇറ്റ് വിൽ ബി, ഇവിടെ 7 മാറ്റില്ല, ഇങ്ങോട്ട് വന്നല്ലേ? അപ്പോൾ -1 × 0, അത് 0 ആയി അല്ലേ? അപ്പം ബാക്കി എന്താ വരും നമുക്ക്? അല്ലേ 0 അല്ലല്ലോ വരിക. ഒരു മിനിറ്റ്, ഇത് 0 അല്ലല്ലോ ഗൈസ്.
ഇറ്റ് വിൽ ബി മൈനസ് എക്സ്, ഇത് +1 ആവില്ലേ അല്ലേ, ശരിയല്ലേ? -x+1 അല്ലേ വരിക. ഓക്കെ, അപ്പം ഇവിടുത്തെ -1, അപ്പോൾ ഇവിടെ എത്ര ഉണ്ട് നമുക്ക്? 7y - 14 = -x+1 എന്നാണ് അല്ലേ. അപ്പോൾ 7y നമുക്ക് എക്സ് ഇപ്പുറത്തെടുക്കാം. അപ്പോൾ എക്സ് ഇതിൽ നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. x-x1 അല്ലേ കൊടുത്തത്, ഞാൻ മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ എക്സ് + 7y - 14 - 1 = 0. അപ്പോൾ എക്സ് + 7y - 15 = 0. ക്ലിയർ? ഇങ്ങനെ കൺസെപ്റ്റ് മനസ്സിലായാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റും ഇക്വേഷൻ ഓഫ് ദ നോർമലും നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്ത്. ഇത് ഏത് ഫംഗ്ഷൻ കിട്ടിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റും സ്ലോപ്പ് ഓഫ് ദ നോർമലിൻ്റെയും കൺസെപ്റ്റ്. ഓക്കെ, അതുപോലെ ഒരു കൺസെപ്റ്റും കൂടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ടാൻജൻറ്റ് പാരലൽ ടു എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ടാൻജൻറ്റ് പാരലൽ ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഇഫ് ദ ടാൻജൻറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസിന് പാരലൽ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ dy/dx = 0. അതുപോലെ y ആക്സിസിന് പാരലൽ എന്ന് പറയുമെങ്കിൽ ആൻസർ dy/dx = ഓക്കെ, ആ ഒരു പോയിന്റും കൂടി ഓർത്ത് വയ്ക്കാം. അപ്പം പാരലൽ ടു എക്സ് ആക്സിസ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, dy/dx = 0 കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യണം. ഇനി അതുപോലെ നമ്മളെ y ആക്സിസ് പാരലൽ ടു y ആക്സിസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്ത് =∞ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ എക്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ y = x/1 - x² ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, dy/dx കാണണം അല്ലേ. അപ്പോൾ dy/dx ഓഫ് x /1 - x². ഓക്കെ, ഇതെങ്ങനെ ചെയ്യും, 1 - x² അല്ലേ, v × dx/x -x × d/dx ഓഫ് 1 - x² ഡിവൈഡഡ് ബൈ 1 - x². ക്ലിയർ? അപ്പോൾ ആൻസർ എന്ത് വരും, 1 - x² × 1 - x × നമുക്ക് എത്ര കിട്ടും, x × d/dx ഓഫ് 1 - x² ആണ് അല്ലേ. അപ്പോൾ എത്ര കിട്ടുന്നു, ഇറ്റ് വിൽ ബി -x × 2 × അല്ലേ 1 - x² എന്നാണ്. അപ്പോൾ ഓക്കെ, -x² അല്ലേ. അപ്പോൾ ഇറ്റ് വിൽ ബി 2 × 1 - x × -1 divided by 1 - x². So it will be 1 - x², e minus ഇതാവും പ്ലസ് 2x × 1 - x divided by 1 - x whole raised to 4 അല്ലേ. 1 - x സ്ക്വയറിൻ്റെ സ്ക്വയറല്ലേ പറഞ്ഞിരിക്കുന്നത്, 1 - x the whole square എന്നല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 - x raised to 4. അപ്പോൾ ഇറ്റ് വിൽ ബി 1 - x² plus 2x minus 2x² divided by 1 - x whole raised to 4. The answer will be, so നമ്മുടെ ആൻസർ എന്താണ് വരിക, -3x² വരും അല്ലേ. അപ്പോൾ ഇത് കട്ടായി പോവില്ലേ, 1 + x², 2x - 2x² ഇപ്പുറത്ത് 1 - x² തന്നെയാണ്. ഒരെണ്ണം കൂടി, ഒരു ടേമും കൂടി മിസ്സിങ് പോലെ, പ്ലസ് 2x × 1 - x. അപ്പം 1 - x the whole square ആണ്, അതാണ് മിസ്സിങ് കേട്ടോ. ഇത് 1 - x the whole square അല്ലേ. അപ്പോൾ അത് ഇവിടെ മാറ്റി എഴുതുമ്പോൾ എന്ത് വരും, 1 + x² - 2x ഇപ്പോൾ കിട്ടി. ഓക്കെ, 1 + x² - 2x plus 2x - 2x². അപ്പോൾ ഇത് രണ്ടും കട്ടായി പോകും. അപ്പോൾ എത്ര കിട്ടും, ഇതും വരുമ്പോൾ എന്ത് വരും, 1 - x² divided by 1 - x the whole raised to 4. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, ദിസ് ഈസ് യുവർ dy/dx അല്ലേ. ചോദ്യം എന്തായിരുന്നു, പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ് വേണ്ടത്, dy/dx = 0 ചെയ്യുക. y ആക്സിസിന് പാരലാണെങ്കിൽ എന്ത് ചെയ്യുക, dy/dx എന്തിലേക്ക് കൊടുക്കുക, ∞ കൊടുക്കുക അല്ലേ. അപ്പോൾ ആദ്യത്തത് എക്സ് ആക്സിസിന് പാരലാകുമ്പോൾ
1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു 4 എന്നുള്ള സാധനം ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1 മൈനസ് എക്സ് സ്ക്വയറിന് പകരം നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 1 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു 4. അപ്പോൾ ഇത് രണ്ടും കട്ടായി പോകും, ഇത് ഒരു കട്ടായി പോകും. അപ്പോൾ 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു 3 ഈക്വൽ ടു 0. അതായത് നമ്മുടെ 1 പ്ലസ് എക്സ് ഈക്വൽ ടു 0, എക്സ് എത്രയാണ്? -1 അല്ലേ? അപ്പോൾ പാരലൽ ടു എക്സ് ആക്സിസ് സമയത്ത് dy ബൈ dx കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് എത്ര കിട്ടും? -1 കിട്ടും. ഇനി അതുപോലെ പാരലൽ ടു y ആക്സിസ് കൊടുക്കുമ്പോൾ dy ബൈ dx എന്ത് ചെയ്യണം? ഇൻഫിനിറ്റി കൊടുക്കണം. അപ്പോൾ 1 പ്ലസ് എക്സ് നേരത്തെ പോലെ തന്നെ 1 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് എപ്പോഴാണ് ഇൻഫിനിറ്റി വരിക? ഇവിടെ 0 കൊടുക്കുമ്പോഴല്ലേ, ഇവിടെ 0 ആകുമ്പോഴല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 1 മൈനസ് എക്സ് ക്യൂബ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ എക്സ് ക്യൂബ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നിങ്ങൾ പാരലൽ ടു വൈ ആക്സിസ് ആവുന്ന സമയത്ത് എക്സ് എത്രയാണ്? 1. പാരലൽ ടു എക്സ് ആക്സിസ് ആവുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു -1. ക്ലിയർ? അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾക്ക് വെറുതെ നിങ്ങളുടെ അടുത്ത് സ്ലോപ്പ് ഓഫ് ദ കർവ് കാണാനാണ് ചോദിച്ചെങ്കിൽ dy ബൈ dx ആണ് ചോദ്യം കേട്ടോ. വെറുതെ ടാൻജൻറ്റ് ആൻഡ് നോർമൽ ഒന്നും പറയാതെ വെറുതെ സ്ലോപ്പ് ഓഫ് ദ കർവ് എന്ന് പറഞ്ഞാൽ dy ബൈ dx ആണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി ഈ ടാൻജൻസ് ആൻഡ് നോർമൽ സമ്മപ്പ് ചെയ്യുവാണെങ്കിൽ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്? dy ബൈ dx. ഇനി സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് പറയുന്നത് എന്താണ്? -1 ബൈ dy ബൈ dx. ഇനി ഇക്വേഷൻ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു dy ബൈ dx ഇൻറ്റു എക്സ് മൈനസ് x1. അതുപോലെ y മൈനസ് y1 ഈക്വൽ ടു -1 ബൈ dy ബൈ dx ഇൻറ്റു എക്സ് മൈനസ് x1. ഇതാണ് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ, നോർമലിൻ്റെ ഇക്വേഷൻ. ഓക്കെ. ഇനി ടാൻജൻറ്റ് പാരലൽ ടു എക്സ് ആക്സിസ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മുടെ dy ബൈ dx ടാൻജൻ്റ് ആണെങ്കിൽ dy ബൈ dx 0 കൊടുക്കുക. ഇനി നോർമലാണ് ചോദ്യമെങ്കിൽ y ആക്സിസ് ടാൻജൻറ്റ് തന്നെ പറഞ്ഞത്, പാരലൽ ടു എക്സ് ആക്സിസ് നമ്മൾ ടാൻജൻറ്റ് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് ഇങ്ങനെ തന്നെ എഴുതാം. ഇഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ചോദ്യം. പാരലൽ ടു എന്നുള്ളതാണ് ചോദ്യം അല്ലേ. എക്സ് ആക്സിസിന് പാരലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? dy ബൈ dx ഈക്വൽ ടു 0 കൊടുക്കണം. y ആക്സിസിന് പാരലാണ് ചോദ്യമെങ്കിൽ dy ബൈ dx എന്ത് ചെയ്യുക? ഇൻഫിനിറ്റി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ക്ലിയർ? അതാണ് നമ്മുടെ ഒരു അപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷനിലെ ഒരു ടൈപ്പ് ചോദ്യം. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാനുള്ളതാണ് മാക്സിമ ആൻഡ് മിനിമ. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ എന്ത്? മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ മാക്സിമ ആൻഡ് മിനിമ ടോപ്പിക്കാണ് നമ്മുടെ ഈ ഡിഫറൻസിയേഷനിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത്. മാക്സിമ ആൻഡ് മിനിമ. ഓക്കെ. അപ്പോൾ മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു ഫംഗ്ഷൻ്റെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻസ്. ഓക്കെ. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ലോപ്പ് dy ബൈ dx ഗ്രേറ്റർ ദാൻ 0 ആണ്. ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ dy ബൈ dx ലെസ് ദാൻ 0. ക്ലിയർ? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ തരുവാണ് എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 5x മൈനസ് 2. ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നാണ് ചോദ്യം. അറ്റ് എക്സ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഈക്വൽ ടു -2. അപ്പോൾ എക്സ് ഈക്വൽ ടു -2ലും എക്സ് ഈക്വൽ ടു 2ലും എന്താണ്? ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എന്ത് കാര്യം ചെയ്താലും ആദ്യം dy ബൈ dx കാണണം. ഓക്കെ. അപ്പോൾ dy ബൈ dx എന്ത് വരും? 3x സ്ക്വയർ മൈനസ് 12x പ്ലസ് 5 അല്ലേ. ഇനി എക്സ് ഈക്വൽ ടു 2ൽ എന്താണെന്ന് നോക്കുക. അതുപോലെ എക്സ് ഈക്വൽ ടു -2ൽ എന്താണെന്ന് നോക്കുക. അപ്പോൾ dy ബൈ dx ആദ്യം തന്നെ എഴുതി വയ്ക്കുക. എന്താണ് dy ബൈ dx? 3x സ്ക്വയർ മൈനസ് 12x പ്ലസ് 5 അറ്റ് എപ്പോൾ?
എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 ഇവിടെ പുട്ട് ചെയ്യുക. അപ്പോൾ 3 × 2² എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് വിൽ ബി 3 × 2² - 12 × 2 + 5. സോ 3 × 4 12 - 24 + 5. ആൻസർ വിൽ ബി -12 + 5. സോ ആൻസർ വിൽ ബി -7. അപ്പോൾ dy/dx നമുക്ക് ഈ കേസിൽ എന്താ കിട്ടി? <0, അതായത് നെഗറ്റീവ് വാല്യൂ കിട്ടി. അതിൻ്റെ അർത്ഥം ഈ ഫംഗ്ഷൻ എത്രയാണ്? ഈ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡിക്രീസിങ് അറ്റ് x ഈക്വൽ ടു -7. ഈ ഫംഗ്ഷൻ -7 എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ചെയ്യുവാണ്. ക്ലിയർ? ഇനി ഇതുപോലെ അടുത്ത പ്രോബ്ലം അടുത്ത പോയിന്റിൽ ചെയ്യാം. ഞാൻ x ഈക്വൽ ടു -2 നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ പോലെ dy/dx ചെയ്താൽ 3x² - 12x + 5 -2 കൊടുക്കുമ്പോൾ എന്ത് വരും? 3 × -2² അതും 12 തന്നെ -12 × -2 + 5. സോ ആൻസർ വിൽ ബി 12 + 24 + 5. സോ ആൻസർ വിൽ ബി 41 അല്ലേ? അപ്പോൾ നമുക്ക് ഇതും നമുക്ക് എന്താ പറയാം? dy/dx ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് എവിടെ? അറ്റ് x ഈക്വൽ ടു 41. 41 എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. ക്ലിയർ? 41 ഇൻക്രീസ് ചെയ്യല്ല, അറ്റ് x ഈക്വൽ ടു -2 ഫംഗ്ഷൻ എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. നേരത്തെ അതുപോലെ -7 x ഈക്വൽ ടു 2 ഓക്കെ, x ഈക്വൽ ടു 2 ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ചെയ്യുവാണ്. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ ചോദ്യം. ഓക്കെ, അതർസ് ഇൻക്രീസും ഡിക്രീസിങ് കാണാനുള്ള മെത്തഡ് അറിഞ്ഞാൽ മതി. ഇതാണ് എൻ്റെ ഫോർമുല കേട്ടോ. dy/dx > 0 ആണെങ്കിൽ ഇൻക്രീസിങ്, dy/dx < 0 ആണെങ്കിൽ എന്താണ്? ഡിക്രീസിങ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു സാധനമാണ് ടേണിംഗ് പോയിൻറ്റ്സും ടേണിംഗ് വാല്യൂസും. ഓക്കെ, ടേണിംഗ് പോയിൻറ്റ്സും നമുക്ക് ടേണിംഗ് വാല്യൂസും എന്താണെന്ന് നോക്കാം. ടേണിംഗ് പോയിൻറ്റും അതുപോലെ ടേണിംഗ് വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഒരു ഫംഗ്ഷൻ തരുവാണ് നിങ്ങൾക്ക് 2x³ - 9x² + 12x + 2 തരുവാണ്. ഓക്കെ, അപ്പോൾ അതിന് എന്ത് കിട്ടിയാലും ഇതിൻ്റെ dy/dx കാണാമെന്നുള്ള അൾട്ടിമേറ്റ് പോയിൻറ്റ്. ഇതാണ് dy/dx. ഓക്കെ, അപ്പം ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ dy/dxനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുമല്ലോ, അതാണ് എക്സിന് ഒരു വാല്യൂ കിട്ടും, അതാണ് ടേണിംഗ് പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് dy/dx = 0 കിട്ടുമ്പോൾ എന്ത് വരും? 3x² - 18x + 12 = 0. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -3x + 2 0. അതായത് x - 2 × x - 1 = 0. സോ ദ ടേണിംഗ് പോയിൻറ്റ്സ് ആർ 1ഉം 2ഉം. ക്ലിയർ? 1 അല്ലെങ്കിൽ 2 ആയിരിക്കും ഇതിൻ്റെ എന്ത്? ടേണിംഗ് പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ആ dy/dx 0 കൊടുത്തിട്ട് കിട്ടുന്ന വാല്യൂസാണ് നമ്മുടെ എന്ത്? ടേണിംഗ് പോയിൻറ്റ്സ്. ഇനി ടേണിംഗ് വാല്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെയല്ല, സോറി, വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y എന്ന് പറഞ്ഞാൽ ഇതാണ് 9x² + 12x + 2. അപ്പോൾ ഈ വൈയിൽ നമ്മൾ എന്ത് ചെയ്യുക? x ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ടേണിംഗ് വാല്യൂ. അപ്പോൾ 2 × 1³ എന്ന് പറഞ്ഞാൽ 1 - 9 + 12 + 2. ആൻസർ -7 + 12 + 2. അപ്പോൾ 14 - 7 7. അപ്പോൾ x ഈക്വൽ ടു 1 ടേണിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. ക്ലിയർ? അതുപോലെ x ഈക്വൽ ടു 2 2 × 2³ എന്ന് പറഞ്ഞാൽ 2 × 8 16 -9 × 4 36 + 12 × 2 എന്ന് പറഞ്ഞാൽ 24 + 2. സോ ആൻസർ വിൽ ബി എത്രയാണ്? 24 40 40 - 36 4 4 2 6. സോ ദ ആൻസർ വിൽ ബി നമ്മൾക്ക് x ഈക്വൽ ടു 2 നമ്മുടെ ടേണിംഗ് വാല്യൂ എന്താണ്? ഇറ്റ് വിൽ ബി 6. ക്ലിയർ? ഇതാണ് ടേണിംഗ് പോയിൻറ്റും ടേണിംഗ് വാല്യൂ. ഓക്കെ, അപ്പോൾ 2 കൺസെപ്റ്റാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഒന്ന് മാക്സിമം മിനിമയിൽ തന്നെ ഉള്ളതാണ് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ dy/dx > 0 ആണെങ്കിൽ അത് ഇൻക്രീസിങ് ഫംഗ്ഷനും dy/dx < 0 ആണെങ്കിൽ അതിന് വിളിക്കുന്ന വരാനെന്ത്? ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ലേ? ഇനി അപ്പോൾ ഉള്ള സാധനങ്ങൾ ചെയ്യാൻ അറിയാമല്ലോ. ഇനി ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ dy/dx 0 കൊടുക്കുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂസാണ് ടേണിംഗ് പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സിനെ വൈയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ പോയിൻറ്റിനും 2 വാല്യൂകൾ വരും. ആ വാല്യൂകളിലാണ് എന്ത് പറയുക? ടേണിംഗ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ എന്ത്? മാക്സിമ ആൻഡ് മിനിമം.
ഓക്കെ, ഇതും രണ്ട് കൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് മാക്സിമം മിനിമം പറയുവാണെങ്കിൽ ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് നമ്മൾ മാക്സിമ അല്ലെങ്കിൽ മിനിമ എന്തായാലും മാക്സിമ അല്ലെങ്കിൽ മിനിമ ആയാലും രണ്ട് സ്ഥലത്തായാലും നമ്മുടെ dy/dxനെ നമ്മൾ എന്ത് ചെയ്യണം, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. ക്ലിയർ? മാക്സിമം ആയാലും മിനിമം ആയാലും എന്ത് ചെയ്യണം, dy/dx നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ടേണിംഗ് പോയിൻറ്റ്സ് കിട്ടുമല്ലോ. അങ്ങനെ രണ്ട് എക്സിൻ്റെ വാല്യൂകൾ കിട്ടും. ആ എക്സിൻ്റെ വാല്യൂകൾ നമ്മൾ എവിടെ പുട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ d²y/dx² പുട്ട് ചെയ്യണം. അപ്പോൾ d²y/y²/dx പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് നെഗറ്റീവ് ആണോ ഗ്രേറ്റർ ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ രണ്ട് കണ്ടീഷൻസ് ഉള്ളത്. അറ്റ് എ മാക്സിമം പോയിൻ്റ് d²y/dx² ലെസ് ദാൻ 0 എന്നും അറ്റ് എ മിനിമം പോയിൻ്റ് d²y/dx² ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ മാക്സിമം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം d²y/dx² ലെസ് ദാൻ 0 ആണ്. ഫംഗ്ഷൻ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d²y/dx² ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എന്ത് ഫംഗ്ഷൻ കിട്ടിയാലും ആദ്യം dy/dx = 0 കാണാം, എൻ്റെ അതിനകത്ത് എക്സ് കാണാം, അതോടുകൂടി d²y/dx² കാണുക. എന്നിട്ട് അതിലേക്ക് ഈ എക്സിൻ്റെ വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ ആൻസർ ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കാം. ലെസ് ദാൻ 0 ആണെങ്കിൽ പറയാം ദ ഫംഗ്ഷൻ ഈസ് മാക്സിമം അറ്റ് ഈ പോയിന്റ് എന്ന് പറയാം. ഇനി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പറയാം ദ ഫംഗ്ഷൻ ഈസ് മാക്സിമം അറ്റ് ഈ വാല്യൂ. ക്ലിയർ? അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ y = 2x³ - 2x² + 2x. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, dy/dx കാണും. അപ്പോൾ കാണുമ്പോൾ എത്ര വരും, 6x² - 18x + 12. അതായത് നമ്മളൊന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും, x² - 3x + 2. നമ്മൾ നേരത്തെ സെയിംസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് x എത്ര കിട്ടും, 1 2 കിട്ടും. ശരിയല്ലേ? അപ്പോൾ മാക്സിമം ആയാലും മിനിമം ആയാലും ഈ dy/dx = 0 കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് x കിട്ടും എത്രയൊക്കെയാണ്, 1 2 കിട്ടും. ഇനി ഇത് മാക്സിമം ഓർ മിനിമം അറ്റ് എവിടെ കാണണം, d²y/dx² കാണണം. അപ്പോൾ d²y/dx² എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി d/dx ഓഫ് x² - 3x. അപ്പോൾ ആൻസർ എത്ര കിട്ടും, ഇറ്റ് വിൽ ബി 2x - 3. ശരിയല്ലേ? അപ്പോൾ ഈ d²y/dx² നമുക്ക് 2x - 3 എന്ന് കിട്ടി. ഇനി നമ്മൾ കാണേണ്ടത് ഈ വാല്യൂസ് എടുക്കുക. ഓക്കെ, ഈ വാല്യൂസ് നമ്മളിവിടെ പുട്ട് ചെയ്യുക. അപ്പോൾ അറ്റ് x = 1 കാണാം. അപ്പോൾ d²y/dx² എത്ര കിട്ടും, 2 × 1 2 - 3 ആൻസർ -1. അതുപോലെ x = 2 എടുക്കുക. അപ്പോൾ d²y/dx² എന്ത് കിട്ടും, യു വിൽ ബി ഗെറ്റിംഗ് 2 × 2 4 - 3 ആൻസർ 1. എന്താണ് നമ്മുടെ കൺക്ലൂഷൻ, ഈ d²y/dx² ലെസ് ദാൻ 0 ഉണ്ട്, d²y/dx² ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്. d²y/dx² ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എ മാക്സിമ അറ്റ് ദ പോയിൻറ്റ്. d²y/dx² ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എ മിനിമം പോയിൻറ്റ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ തന്ന ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ മാക്സിമം എപ്പോഴാണ് ഒക്കർ ചെയ്യുക, d²y/dx² ലെസ് ദാൻ 0 ആകുമ്പോൾ. ആ വാല്യൂ ഏതാണ്, ആ വാല്യൂ നമുക്ക് ഏതാണ് കിട്ടിയത്, ഇറ്റ് ഈസ് ഈ വാല്യൂ ആണത്. ക്ലിയർ? അതായത് നമ്മുടെ മാക്സിമം ഒക്കർ ചെയ്യുന്ന പോയിൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മാക്സിമം ഒക്കർ ചെയ്യുന്ന പോയിൻ്റ് ആണ് ഇത് 1. ഈ പോയിന്റിലാണ് മാക്സിമം ഒക്കർ ചെയ്യുന്നത്. ഇനി ഈ പോയിന്റിലാണ് d²y/dx² ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പോൾ ഈ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, മിനിമ ഒക്കർ ചെയ്യുന്നത്. ക്ലിയർ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ മാക്സിമം മിനിമം കിട്ടി, ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും ഫൈൻഡ് ദ മാക്സിമം വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കാണാൻ പറയും.
അപ്പോൾ മാക്സിമം പോയിൻ്റാണ് നമുക്ക് കിട്ടിയത്. മാക്സിമം വാല്യൂ കാണാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചാൽ എവിടെയാണോ മാക്സിമം ഒക്കർ ചെയ്തത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഫസ്റ്റത്തെ ഇനീഷ്യൽ വൈ ഇല്ലേ ആ വൈയിലേക്ക് പുട്ട് ചെയ്യുക. അപ്പോൾ എവിടെയാണ് നമുക്ക് മാക്സിമം ഒക്കർ ചെയ്തത് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ y ഈസ് ഈക്വൽ ടു 2 - 9 + 12. സോ ആൻസർ വിൽ ബി 5. ക്ലിയർ? അപ്പോൾ ആ മാക്സിമത്തിലെ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് എത്ര? മാക്സിമം വാല്യൂ ഓഫ് y എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5. ക്ലിയർ? അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഏത് പോയിന്റിലാണ് മാക്സിമം മിനിമം ഒക്കർ ചെയ്യുന്നതെന്നായിരിക്കും. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഫ്രെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ഇത് തന്നെയാണ് മെത്തേഡ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം. അതായത് നമുക്കൊരു റോഡ് ഓഫ് 10 മീറ്റർ ലോങ്ങും വെയ്റ്റ് 40 kg തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് റെസ്റ്റിംഗ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് x ഫ്രം വൺ എൻഡ്. റെസ്റ്റിംഗ് at its ends at a distance of x meter from one end is given by m is equal to 2 into 10x minus x square. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബെൻഡിങ് മൊമെൻറ്റ്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. m is equal to 2 into 10x minus x square ആണ്. അതായത് ഇറ്റ് വിൽ ബി 20x square minus 2x square. ഇതാണ് ഫംഗ്ഷൻ. ക്ലിയർ? അപ്പോൾ എന്ത് ഫംഗ്ഷൻ കിട്ടിയാലും നമുക്ക് മാക്സിമം മിനിമം ആണ് കാണേണ്ടതെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ഒക്കർ ചെയ്യുന്ന വാല്യൂ എപ്പോഴാണ് കണ്ടുപിടിച്ച് അത് ഈ ബെൻഡിങ് മൊമെൻറ്റിൽ കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്ത് തന്നാലും നമ്മൾ ആദ്യം കാണേണ്ടത് എന്ത് ചെയ്യണം, നമ്മൾ dy/dx അല്ലെങ്കിൽ ഇവിടെ പറയുകയാണെങ്കിൽ dm/dx എന്ത് ചെയ്യണം, 0ലേക്ക് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ dm/dx എന്ന് പറഞ്ഞാൽ വരും, ഇറ്റ് വിൽ ബി 20x minus x square. അപ്പോൾ 20 minus 4x equal to 0. അപ്പോൾ 20 equal to എന്താണ്, 4x. അതായത് x എത്രയാണ്, 5 അല്ലേ. ഇനി എന്ത് ചെയ്യണം, d²y/dx² കാണണം. അപ്പോൾ ഇതിൻ്റെ d²y/dx² എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി -4. ശരിയാണല്ലോ. അപ്പോൾ -4 ചില ക്വസ്റ്റ്യനിൽ ഇത് മാക്സിമം തരില്ല, ബെൻഡിങ് മൊമെൻ്റ് എന്നേ പറയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഇത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ മാക്സിമം മിനിമം മനസ്സിലാക്കും? d²y/dx² ലെസ് ദാൻ 0 ആണെങ്കിൽ അതെന്താണ്, മാക്സിമ പോയിൻ്റ് ആണ്. ശരിയല്ലേ? ഇനി ഈ മാക്സിമ പോയിൻ്റ് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? മാക്സിമം പോയിൻ്റ് ഒക്കേഴ്സ് അറ്റ് x ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ എങ്ങനെ കാണും? ഈ എമ്മിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ 5നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ആൻസർ വിൽ ബി 20 into 5 minus 2 into 5 square. So answer will be 100 minus 50. So answer will be 50 kilogram. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ആൻസർ. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡാണിത്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയൊക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ മാക്സിമം മിനിമൻ്റെ കൺസെപ്റ്റ് ഓർക്കുക. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, അതുപോലെ നിങ്ങളോട് ടേണിംഗ് വാല്യൂസ് ആണ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് കൺസെപ്റ്റ്. ഇതാണ് ടേണിംഗ് വാല്യൂൻ്റെ കൺസെപ്റ്റാണിത്. അതുപോലെ ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ള ഡിഫറൻസിയേഷനിൽ മൊത്തം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഡിഫറൻസിയേഷൻ ലിമിറ്റ്സ് പറഞ്ഞു, ഡെറിവേറ്റീവ് ഫംഗ്ഷൻസ് പറഞ്ഞു, ടാൻജൻസ് നോർമൽ ഇക്വേഷൻ പറഞ്ഞു, മാക്സിമം മിനിമം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ 6 യൂണിറ്റുകളും നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് യൂണിറ്റായി ഇൻ്റഗ്രേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷനും അതിൻ്റെ അപ്ലിക്കേഷനും എടുക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് യൂണിറ്റിലേക്ക് നെക്സ്റ്റ് വീഡിയോ തൊട്ട് കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.